ഹായ് നമസ്കാരം, ആർ ജെ തൻവീറാണ്. ഇന്ന് ക്ലബ് എഫിൻ്റെ സ്റ്റുഡിയോയിലല്ല, മറ്റൊരു പോഡ്കാസ്റ്റ് സെറ്റപ്പിലാണ് നമ്മളിരിക്കുന്നത്. ഇൻഫാക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരിക്കൽ എ ആർ റഹ്മാനോട് അദ്ദേഹത്തോട് ചോദിക്കേണ്ടേ, നിങ്ങളുടെ ഏറ്റവും ചെയ്തു വെച്ച വർക്കുകൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എ ആർ റഹ്മാൻ പറഞ്ഞത് ദാറ്റ്സ് മൈ നെക്സ്റ്റ് സോങ് എന്നാണ്. അതായത് ഇതുവരെ ചെയ്തു വെച്ച കിടിലൻ സോങ്ങുകളൊന്നുമല്ല ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു ട്രൂ പ്രൊഫഷണലിൻ്റെ ഒരു മനസ്സിലുള്ള കാര്യം അത് തന്നെയാണെന്ന് തോന്നുന്നു. എത്ര ചെയ്തു വെച്ച് കഴിഞ്ഞാലും എത്ര പഠിച്ചു കഴിഞ്ഞാലും അതിലൊന്നും തൃപ്തിയാവാതെ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് സംഗീതജ്ഞനായിട്ടുള്ള എ ആർ റഹ്മാന് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഏത് പ്രൊഫഷണൽ ആളുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണെന്ന് തോന്നുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള 3 ഡിഫറെൻറ്റ് പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഞാൻ അവരെക്കുറിച്ച് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ സെൽഫായിട്ട് തന്നെ പരിചയപ്പെടുന്നതായിരിക്കും നല്ലത്. വെൽക്കം എവറി വൺ. അപ്പോൾ എല്ലാവരും ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം നമുക്ക്. താങ്ക് യു തൻവീർ. എൻ്റെ പേര് ഹരിപ്രസാദ് എന്നാണ്. ഞാൻ ബത്തീൽ എന്നൊരു ഓർഗനൈസേഷൻ്റെ CFO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ദുബായിൽ ഒരു ലാസ്റ്റ് 18 ഇയേഴ്സ് ദുബായിൽ തന്നെയുണ്ട്. നാട്ടിൽ ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചതും വളർന്നതെല്ലാം. പിന്നെ പുറത്ത് പോയിട്ട് ഓൾമോസ്റ്റ് ഒരു 20+ ഇയേഴ്സായി ഞാൻ പുറത്താണ്. Okay, hi Tanveer. Thank you for calling me for this podcast. I have been in Dubai for 19 years. Before that we were in Chennai, and before that maybe few years in Kerala. അപ്പോൾ ഇവിടെ വന്നിട്ട് I have worked in at least 2 companies. But before in India I had worked in 7 companies in the 7 years that I have been working in India. So I first worked in a software company that was based out of US, 3 years, and then I joined a telecom company here, which was in 2008, and I have been with them since past 16 years. സൂപ്പർ. അനസ്, ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. സ്കൂളിംഗ് ഇവിടെ ആയിരുന്നു. മൈ എഞ്ചിനീയറിംഗ് ബാക്ക് ഇൻ ഇന്ത്യ. I have a company right now. It's been 10 years heading the company as a CEO. In between, I think that's about me in short. നമുക്ക് അനസിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. അനസ് പറഞ്ഞ പോലെ ഈ കൂട്ടത്തിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. അതൊരു IT ഫേമാണ്. അപ്പോൾ എന്താണ് അതൊരു തോട്ടിന് പിന്നിൽ ഉണ്ടായിരുന്നത്? I've been passionate about tech. എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് കമ്പ്യൂട്ടേഴ്സ് ഈസ് അറൗണ്ട് മൈ 10th ഗ്രേഡ് എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കമ്പ്യൂട്ടറായിട്ടുള്ള, അപ്പാർട്ട് ഫ്രം വീഡിയോ ഗെയിംസ് ആൻഡ് എവറിത്തിങ്, ഗെറ്റിംഗ് ഇൻ ടു ഹാർഡ് കോർ പ്രോഗ്രാമിംഗ് ഈസ് ആഫ്റ്റർ മൈ 10th ഗ്രേഡ് സ്കൂളിങ്സ് ആൻഡ് എവറിത്തിങ്. ഐ ഇമ്മീഡിയറ്റ്ലി ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. കാരണം വാട്ട് എവർ ഐ യൂസ് ടു പ്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐ എം ഏബിൾ ടു ക്രിയേറ്റ്. പ്രോഗ്രാമിംഗ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് വിൻഡോസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മൗസ് യൂസ് ചെയ്യാൻ എങ്ങനെ പഠിച്ചു, ആൻഡ് സ്റ്റേറ്റ് ഐ വാസ് പുട്ട് ഇൻ ടു C പ്രോഗ്രാമിംഗ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഐ ഹാഡ് നെവർ സ്വിച്ച് മൈ കരിയർ. ഇറ്റ്സ് ഓൾവേസ് ബീൻ ടെക് വിത്ത് മീ. +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഒരു 2 years ഐ ഹാഡ് എ കമ്പനി ബാക്ക് ഇൻ ഇന്ത്യ. കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ 4-5 ഫ്രണ്ട്സ് ചേർന്നിട്ട് വി ഓൾവേസ് ഹാഡ് ദാറ്റ് പാഷൻ ടു ഡു സംതിങ് മൈസെൽഫ്. കേട്ടോ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല. ഐ ഓൾവേസ് ഫെൽറ്റ് ഹാപ്പി അബൌട്ട് ക്രിയേറ്റിംഗ് സംതിങ് ഐ ലൈക്ക്. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, അതിൽ സക്സസ് കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് ഞങ്ങൾ 4 പേര് ചേർന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഒബ്വിയസ്ലി നമ്മളൊന്നും അത്ര മെച്ചുവേർഡ് ആയിരുന്നില്ല. സോ 2 years അറൗണ്ട് ദ ലൈൻ വി റാപ്ഡ് ഇറ്റ് അപ്പ്. ഐ കെയിം ബാക്ക് ടു ദുബായ്. കേരളത്തിലാണ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി. ഇവിടെ വന്ന് ഇവിടെ എക്സ്പ്ലോർ എന്ന പബ്ലിഷിംഗ് കമ്പനിയിൽ ആസ് എ ഡെവലപ്പർ സ്റ്റാർട്ട് ചെയ്തു. ഒരു 3.5 years അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് സ്റ്റിൽ ദാറ്റ് ഓൺട്രപ്രണറിയൽ കോൾ വാസ് ദെയർ. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു എക്സ്പ്ലോർ എന്ന് പറയുന്നത്. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനി ഡെവലപ്പർ ക്യാൻ ഹാവ് എന്നുള്ളത്. കാരണം ഞാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ്, ഒരുപാട് എക്സ്പെരിമെൻറ്റേഷൻസും, എൻ്റെ ടീമും അങ്ങനെയായിരുന്നു. ഒരുപാട് ഫസ്റ്റ് ഇൻ UAE ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3.5 years അത് കഴിഞ്ഞപ്പോൾ ഐ ഡിസൈഡഡ് ഓക്കെ ലെറ്റ് മീ ഗെറ്റ് ഔട്ട് ആൻഡ് സ്റ്റാർട്ട് മൈ കമ്പനി. അങ്ങനെ തുടങ്ങി. ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ ദുബൈയിൽ പഠിച്ചു എന്നല്ലാതെ എൻ്റെ ഫാദർ എന്ന് പറയുന്നത് യു ഷുഡ് ബിൽഡ് യുവർ ഓൺ, വേറെ സപ്പോർട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു ആളാണ്. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് മൈസെൽഫ്. എനിക്ക് എവിടെ ക്ലൈൻറ്റിനെ കാണണമെന്ന് അറിയത്തില്ല. നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ കോളേജൊക്കെ നാട്ടിൽ ചെയ്തത് കാരണം കുറച്ചും കൂടെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ എന്ത് ചെയ്യണമെങ്കിൽ ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ ഫസ്റ്റ് കമ്പനി നാട്ടിൽ. അപ്പോൾ ഇവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 2011 കമ്പനി രജിസ്റ്റർ ചെയ്തു. ദ ഐഡിയ വാസ്, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് UAE ടെക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് വലിയ കമ്പനീസ് വരും. They will sell solutions to businesses. Ultimately, those solutions doesn't solve the business problems. പിന്നെ ടെക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഓൾസോ ജസ്റ്റ് ബിഗിനിങ് ഇൻ ദിസ് ലാൻഡ്സ്കേപ്പ് ഓൾസോ. അപ്പോൾ ആസ് എ ബിസിനസ് ഓണേഴ്സിനും അവർക്ക് പ്രോബ്ലം അറിയാം, സൊല്യൂഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ
എന്ത് ടെക്നോളജി യൂസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വെരി വെൽ. അപ്പോൾ റിലയബിൾ ടെക്നോളജി പാർട്ണർ ഇത് തന്നെയാണ്. ബേസിക്കലി ഐ ലൈക്ക് ടു ബി വെരി റിലയബിൾ ആൻഡ് ഓണസ്റ്റ് വിത്ത് വാട്ട് ഐ ഡു. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് വി ലാൻഡ് വിത്ത് UK കമ്പനി. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് അവിടുത്തെ ബിസിനസ് മാനേജർ റെഫർ ചെയ്ത. I think 1.5 years down the line, we closed our first big project with Emirates Post. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. And then it's been 10 years now. Journey is very exciting. എനിക്ക് തോന്നുന്നു we will go from there. പ്രീതിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ് ആ ഒരു മേഖല. പറഞ്ഞ പോലെ മുൻപേ ആഗ്രഹിച്ചിട്ട് വന്നതാണോ അതോ ആക്സിഡൻ്റലി എത്തിയതാണോ ഒരു പ്രൊഫഷനിലേക്ക്? ഓക്കെ, ഞാൻ ഇന്ത്യയിലായിരിക്കുമ്പോൾ ഐ വാസ് വർക്കിംഗ് വിത്ത് HCL ടെക്നോളജീസ്. സോ ഇറ്റ്സ് എ ബിഗ് കമ്പനി. ആൻഡ് ഇവിടെ വന്നപ്പോഴും ഐ ഫസ്റ്റ് ജോയിൻഡ് എ കമ്പനി കോൾഡ് ESRI, വിച്ച് ഇസ് they are like world leaders in imaging software. അപ്പോൾ so I had always worked with bigger companies, right? So ഇവിടെ നോക്കുമ്പോൾ you had few bigger companies, one in airlines and one is telecom. So when I got the opportunity in telecom, I joined in their IT department. So telecom എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. My background was IT. പക്ഷേ I got a lateral move into PMO or corporate strategy department of the company. That happened like in 2010. Okay, so consultants were there who taught us like how to develop the strategy, how to come up with the initiatives, how to achieve the goals of the company, which align with the vision of the company. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ my whole experience like last 10-12 years has been in that department. So you get a like a helicopter view of the company, where the company is going, what are the visions of the C-level and the CEO, and it gives you a totally different perspective. You're not a one small person who's doing one job. You have to look at like maybe 100 people doing their job and bringing them together to achieve the goals of that program that I was handling. So അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു I would say starting of a new journey, right? I was in IT and I moved careers at that time, which was very, how do I say, very accidental. But I decided to follow through. Beautiful. ഹരിയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു സിനിമ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ഭൂലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് ചാക്കോ മാഷ് പറയുന്നത് മലയാളികൾ ഏറ്റെടുത്തൊരു ഡയലോഗാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ സ്പന്ദനം തന്നെ കണക്കിലാണ്. അപ്പോൾ കണക്കിനോടുള്ളൊരു പ്രണയമാണോ ഈ CA എത്തിക്കുന്നത്? എനിക്ക് കണക്കിനോട് നല്ല പ്രണയമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എക്കണോമിക്സിനോടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്കണോമിക്സും രണ്ടും കൂടെ വരുന്നതാണ് ഫൈനാൻസ്. അപ്പോൾ അതങ്ങനെ വന്നതാണ് ഈ ഫൈനാൻസ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് ഈ കണക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, ഇന്ന് എന്താ യൂസ് ചെയ്യുന്നത്. 5ാം ക്ലാസ്സിൽ പഠിച്ചത് ഈ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, ഇതാണ് ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഞാൻ സൈൻ തീറ്റയും കോസ് തീറ്റയും ഒന്നും യൂസ് ചെയ്യുന്നില്ല, പഠിച്ചതാണ് ഇതെല്ലാം. ബട്ട് സ്റ്റിൽ എൻ്റെ ജേർണി അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ എക്കണോമിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ആക്ച്വലി എക്കണോമിക്സ് പഠിക്കാൻ കാരണം എൻ്റെ ഫാദർ റിസർവ് ബാങ്കിലുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫാദർ ഒരു ഗൈഡൻസ് എപ്പോഴും പരിവായതാണ്. ബിക്കോസ് പുള്ളി കാണുന്നത് ഈ എക്കണോമിസ്റ്റും അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസും ഒരു ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് ടീമുമായിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതും അവരുടെ കോൺവെർസേഷനൊക്കെ വീട്ടിൽ നമ്മൾ അച്ഛനും ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് സമയത്ത് അങ്ങനെ ഈ CA ഇതാണ് എക്കണോമിക്സ് എന്നാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു മേ ബി 13-14 ഇയേഴ്സ് നമ്മുടെ മനസ്സിലോട്ട് കയറി വരുന്നത്. But then you complete your college, അല്ലെങ്കിൽ you complete your school, then you see that where you want to study your next. So then economics was one of the subjects which I liked. So സ്കൂളിൽ നമുക്ക് ഈ +2 മാത്തമാറ്റിക്സും സയൻസും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് then what to do next. നോർമലി എല്ലാവരും എഞ്ചിനീയറിംഗ് പോകും, അതെല്ലാം പോകും. So I opted to go in this way of economics. എക്കണോമിക്സിൻ്റെ പാതി എത്തി നിൽക്കുമ്പോഴാണ് ഇന്ത്യൻ എക്കണോമിക് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ ആനുവൽ ഇവൻറ്റ്സ് ഇവിടെ ഉണ്ടാവും. ലക്ലി ആ ഇയറിൽ അന്ന് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുകയായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് അത് നടന്നത്. അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് എനിക്കൊരു സെലക്ഷൻ കിട്ടി ടു വോളണ്ടിയർ ദറ്റ് ഫംഗ്ഷൻ. ആൻഡ് ദാറ്റ് വാസ് ആൻ ഐ ഓപ്പണർ ഫോർ മീ. ഇന്ത്യയിലെ ചീഫ് എക്കണോമിസ്റ്റ് ലൈക്ക് അമർത്യ സെൻ, ഇന്ത്യയിലെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് coming from all the way from Delhi, talking conferences, talking about GDP growth, talking about the productivity, labor management, labor issues. ഇത് ഒരു വല്ലാത്തൊരു ഐ ഓപ്പൺ ആയിരുന്നു, എസ്പെഷ്യലി വെൻ ഐ വാസ് ഡൂയിങ് മൈ ഗ്രാജുവേഷൻ.
സോ അങ്ങനെ ആ എക്കണോമിക്സിലേക്ക് ഞാൻ ഇൻഡെപ്തായിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കോളേജിൽ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഈ CA ഫേംസ് ഉണ്ടല്ലോ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേംസ്, അവരിങ്ങനെ അപ്പോൾ എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിൽ ഞാൻ കോളേജിന് അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ദിവസം കോളേജിൽ സ്ട്രൈക്ക് ആയിരുന്ന സമയത്ത് തിരിച്ച് നടന്നു ഒരു സമയത്ത് ഐ വാസ് ആസ്കിങ്, ഐ വെൻറ്റ് ടു ഹിസ് ഓഫീസ് ആൻഡ് ആസ്കിങ് വാട്ട് ഈസ് ദി CA. സോ ഹീ ഗീവ് മി എ ഗൈഡൻസ്, CA എന്താ ചെയ്യുന്നത്, ഹൗ ഐ മീറ്റ് മൈ ക്ലയൻറ്റ്സ്, ഞാൻ അവരുടെ ബിസിനസ്സിനെ എങ്ങനെയാണ് സ്ട്രാറ്റജൈസ് ചെയ്ത് കൊടുക്കണം, ഐ ഹെൽപ്പ് ദം. So he guided me, if you want to become a CA, these are the options what you have. So then അതിൻ്റെ ബാക്കിലായി അപ്പം CA അവിടെ ഞാൻ എക്കണോമിക്സിൻ്റെ ആ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് then I went to a CA institute to find out this is somewhere back in 1992-93 കാര്യങ്ങൾ പറയുന്നത്. So then that was my path. So then I found that okay, my interest in mathematics, my interest in economics is already there in the whole finance and the whole അവരുടെ സബ്ജക്റ്റിൽ. സോ ദെൻ ഐ രജിസ്റ്റേർഡ് ഇൻ ടു CA. ദെൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ക്വാളിഫൈ ചെയ്തു, നാട്ടിൽ ഒരു കൊല്ലം പ്രാക്ടീസ് ചെയ്തു. ദെൻ ഫ്രം ദെയർ ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇന്ത്യ ഇൻ സംവെയർ ഇൻ 2001. എൻ്റെ ജേർണി അവിടെ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ഫേംസിലാണ് പോയത്. ഞാൻ ആക്ച്വലി ഐ വാസ് ഹയർഡ് ബൈ എ ഓസ്ട്രേലിയൻ കമ്പനി ടു കൺസോളിഡേറ്റ് ദെയർ ഫൈനാൻഷ്യൽസ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ബിസിനസ്, മേക്ക് ദ ബിസിനസ് കൺസോളിഡേഷൻസ് based in Singapore. അതായിരുന്നു എൻ്റെ ഫസ്റ്റ്. Then I have to travel to Southeast Asian regions to establish their financial control systems back there. അപ്പം അന്ന് നമ്മൾ ഈ ബാച്ചിലറായി നിൽക്കുന്ന സമയത്ത് നല്ല ഹരവ, പല സ്ഥലങ്ങളിൽ നമുക്ക് പോകാനും കാണാനും പലത് പഠിക്കാനും, ടു മീറ്റ് ദ ബാങ്കേഴ്സ് ആൻഡ് മീറ്റ് ദ auditors in different regions. So that give me a kind of an international exposure. ദെൻ ആ സമയത്ത് ഒരു 2006 സമയത്താണ് നമ്മുടെ UAEയുടെ ബൂമിങ്, ദുബായ് ബിക്കമിങ് ബൂമിങ് മാർക്കറ്റ് ഫോർ ഫിനാൻഷ്യൽ പ്രൊഫഷണൽ. സോ ഐ opted to move my next career progression in UAE. So I came 2006 in UAE. നല്ല ഇൻ്റർവ്യൂ കോൾസ് ഉണ്ട്. Basically I came here to practice with a chartered accountant firm, but unfortunately I found that my interest is more into a corporate, getting into corporate and climbing the ladder in the corporate. അപ്പോൾ അങ്ങനെ ഞാനൊരു ഇൻഡസ്ട്രി നോക്കി. Then initially when I came here I was interviewed by good companies, but I faced problems in the first interviews. Basically അവരെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ you don't have a UAE experience basically. അപ്പോൾ then I said okay, how do you gain a UAE experience unless someone give me അപ്പോൾ നമ്മൾ ആ ഒരു ഇങ്ങനെ നോക്കുന്ന സമയത്ത് then I thought okay, let me first work under someone who has got apt UAE experience, and his UAE experience will really give me that kind of experience. So I found the right boss. So അതിനകത്ത് പറഞ്ഞാൽ you need to get employed under the right boss where your learning path is shortened. So I worked under him for hardly for 1.5 years. I think I gained almost 5 years experience that was really needed for me to really step into the role which I am today. അത് കഴിഞ്ഞപ്പോൾ then I came with Batil. I think long ways. In 2007 I joined Batil. ഒരു ലോങ് ഇൻ്റർവ്യൂ പ്രോസസ്സിലായിരുന്നു. Batil was a small organization, so with 200 employees, very less number of boutiques. So today we are operating around 29 countries, almost 2,000 employees working in the company. So I grew with Batil. So I climbed the corporate ladder. Today CFO role for the last 5 years. So that is me. Beautiful. Thank you. ഇപ്പോൾ സൈൻ തീറ്റയും കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ പഠിക്കുന്നതൊന്നുമല്ല റിയൽ ലൈഫിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ എന്താ തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ ഒരു നമ്മളെ പഠന സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. സീരിയസ്ലി ശരിക്കും നമ്മൾ പഠിക്കുന്ന പലതും വേണ്ടാത്തതാണോ? എനിക്ക് ഹരി പറഞ്ഞ കാര്യത്തിനോട് കുറച്ചും കൂടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെ പഠിക്കുന്നൊരു കാര്യമേ, അത് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ യു ക്യാൻ ബി വെരി സക്സസ്ഫുൾ കേട്ടോ. പക്ഷേ അത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് 90% ഓഫ് യുവർ വർക്ക് വിൽ ബി ടുവേർഡ്സ് ലൈക്ക് യു സെഡ് പ്ലസ് മൈനസ്. കോസ്റ്റ് തീറ്റ സൈൻ തീറ്റ ഒരിക്കലും പഠിക്കത്തില്ല. പക്ഷേ യു അറ്റ് എ സർട്ടൈൻ ലെവൽ വെൻ യു റീച്ച് റൈറ്റ് ബിയോണ്ട് ദാറ്റ് വെൻ യു വാണ്ട് ടു ഗോ, definitely you need to be specialist. You need to understand the domain knowledge. Specialist എന്നുള്ള ടേം ഒരു പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിൽ it might not be very relevant, and especially in my domain. I cannot specialize in one domain and say I can do everything. പക്ഷേ you need to know each subject to a certain level. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മളെ ഡൊമൈൻ അറിയാവുന്ന ഒരാളിപ്പം ഹരിയായിട്ട് ഞാൻ ഡിസ്കഷനിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഐ ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഹരി നോസ് വാട്ട് ഈസ് ടോക്കിംഗ്. അപ്പോൾ അത് ജഡ്ജ് ചെയ്യാനുള്ള നോളജ് ഐ ഷുഡ് ഹാവ്. ഇത് ആഫ്റ്റർ എ സർട്ടൻ സ്റ്റേജ് യു നീഡ് ടു അക്വയർ ദിസ് നോളജ്. അപ്പോൾ അത് ഫോർ മീ ഇറ്റ് വാസ് വെരി എവിഡൻറ്റ്. കാരണം ഞാൻ നേരത്തെ പറയുന്നത് എൻ്റെ കരിയർ പ്യുവർലി ടെക് ആയിരുന്നു. ഐ വാസ് എ വെരി ഗുഡ് പ്രോഗ്രാമർ. അത് ഐ മീൻസ് ഇറ്റ്സ് നോട്ട് സംതിങ് സ്ലോലി ഐ റിയലൈസ്. ഐ തിങ്ക് എസ്പെഷ്യലി മൈ ബാച്ച്മേറ്റ്സ് ഡെഫിനറ്റ്ലി ഐ വാസ് ഡെഫിനറ്റ്ലി ഗുഡ്.
അതിന് പുറത്തോട്ട് ഒരുപാട് പോയിട്ടുണ്ട്. വി ഹാഡ് ട്രൈഡ് ലോട്ട് ഓഫ് കോർപ്പറേറ്റ് ഇവൻറ്റ്സ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഡെഫിനറ്റ്ലി നോളജ് ആഫ്റ്റർ എ സർട്ടൻ ലെവൽ യു നീഡ് ടു ബി ഇൻ ഗ്രേറ്റ് ഡെപ്ത്. Current education system, I'm definitely against the current education system. That doesn't equip you to do anything, going anywhere. കാരണം നമ്മളിപ്പോഴും പഠിക്കുന്നത് അത് പഠിക്കുന്നതിൻ്റെ മാത്രമല്ല, ദർ ഇസ് ഓൾസോ ലോട്ട് ഓഫ് ദ ചേഞ്ച് ഇസ് വെരി ഫാസ്റ്റ്. കാരണം നമ്മളിപ്പോൾ ഒരു 1 year കൊണ്ട് 1 year കഴിഞ്ഞിട്ട് നമ്മളെ കിഡ്സിൻ്റെ സിലബസിലോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ they have, that's not very relevant. Especially the future what we are looking into, it is nothing like what we are doing right now. നമ്മളിപ്പോൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റംസ് എല്ലാം എന്ന് പറയുന്നത് 90% ഈ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ബീൻ ഡിഫൈൻഡ് ഫ്രം ദ പാസ്റ്റ്, അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ഉണ്ട്. മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ഫോർ മീ ഇൻ IT ഇൻഡസ്ട്രി, ഐ കനോട്ട് സ്റ്റോപ്പ് ലേണിംഗ്. ഐ ഹാവ് ടു കീപ്പ് ഓൺ ലേണിംഗ്. ആൻഡ് എസ്പെഷ്യലി ബീങ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫുഡ് ചെയിൻ, ടെക്നോളജി നോ ഹൗ വാസ് നോട്ട് ഇനഫ് ഫോർ മീ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പം ഇവരെയൊക്കെ കണ്ടുമുട്ടുന്നതും ഇവിടെ വന്നിരിക്കുന്നതും ആ ഒരു ജേണിയുടെ പാർട്ടായിട്ട് സംഭവിച്ചതാണ്. പ്രീതി, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് ഇപ്പം പറയുന്നത് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് മെമ്മറൈസേഷൻ ആണെന്ന് പറയും. ഇപ്പോൾ ഈ മാറിയ കാലത്തെല്ലാം ഒരു ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആയ കാലത്ത് ഈ മെമ്മറൈസേഷനെ കൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കാറുണ്ടല്ലോ. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഞാൻ ചെറുപ്പത്തിൽ ആലോചിക്കുമ്പോൾ ഐ വാസ് നെവർ ഗുഡ് അറ്റ് മെമ്മറൈസേഷൻ, റൈറ്റ്? സോ ഐ വാസ് നെവർ ഗുഡ് അറ്റ് മെമ്മറൈസേഷൻ. But then I could relate to stories. So I was good at history, I was good at biology, but without memorization. I would study the whole thing and I would create my own stories. Similar, even maths, right? Maths you don't need to memorize, but you need to memorize the formulas and stuff. Paksha, what I see is it depends on the teacher you had. There are teachers who make you go through make you do things. So that way you don't need to memorize. Because that gets imprinted in your mind. Fortunately I had very good teachers. I mean, even my geography teachers, I still remember them because they actually made, they would tell stories about how the different winds flow through the earth, right? And you would create that story and that story will remain in your mind. Same goes with other subjects. So it all depends on the kind of teachers you have had. And ഇന്നത്തെ കുട്ടികൾ they don't need to do any of these things. I mean, they don't even listen to the teachers in the class because they have information with them. There are like 1,000 YouTube videos, 1,000 tutorials that they can go through. So in today's world, we don't need to memorize anything because everything is there. But we need to know where to find that information and how to find that information and how to bring it together. I mean, aggregation is today's how to say, the skill set that every child needs to develop. Because you go to any subject, you go to any field you want, you need to know how to bring everything together and present it in a way that the other person knows that you know the subject and you can manage other people. I mean, you are actually managing people. Ultimately, you are managing people, right? If you look at, yes, you manage projects, but then ultimately there are people around it. So you need to know what each person is doing and how to bring 10 different people from 10 different departments together and make them work to achieve a common goal. So that is a skill that I think Anas he is using in his company, and I think Hari is also using in his job because he has to manage multiple people handling different tasks. എനിക്ക് എന്താ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്? എനിക്ക് അടിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും അൺലേൺ ചെയ്യുന്നുണ്ടായിരുന്നു. അൺലേൺ ചെയ്ത് പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. ബേസിക് എക്സാമ്പിൾ ഒരു റീസെൻ്റ്ലി എനിക്കൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ മൈ സൺ ഹു ഇസ് ടേണിങ് 19 ടുമോറോ. അപ്പോൾ ആൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഐ ഹാഡ് എ കൺവെർസേഷൻ വിത്ത് ഹിം. അയാളോട് ഞാൻ പറയണം, മോനെ, you got your education, your basic education in school is much more better than what I got when I was young. So mean to say that today at your age you are much more experienced, learned than I was at my age. Adoru basic aayittu avalodu parayana, because you are living in today and you are going to go and live in the next decade or so. അപ്പോഴത്തേക്ക് നീ അവിടെ വരുമ്പോഴത്തേക്ക് നീ പഠിച്ചതെല്ലാം മാറി പുതിയ കാര്യങ്ങളായിരിക്കും വരും. ദിസ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. സോ ദ ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ഹിയർ വാസ് ലേണിംഗ് ആൻഡ് അൺലേണിംഗ്, റൈറ്റ്?
Yeah, so the learning, നമ്മുടെ എൻ്റെ live examples are there because I've been in the company for almost 17 years now. When I joined, I used to prepare some business models and business strategies at that time. അതെല്ലാം മാറി ഇന്ന് I have a team of people who can do all this business modeling, and the way they do is completely different what I used to do. And I have to learn from them how fast they can, strategize whole things and business models, how they can evaluate and bring on the tape just in seconds. നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ ചെന്ന സമയത്ത് the technology was not available at that moment. Even I'm not from, I would say that I'm from Yahoo days, അല്ലെങ്കിൽ early Yahoo days. അപ്പോൾ ഞാൻ actually very recently somebody was asking me, can you please give me your email address, personal email. I said, oh, you are from Yahoo age? I was surprised. Okay, what do you mean by Yahoo age? The old era. I said, what is new era? Gmail. Then I said, okay, I also have a Gmail address, just to tell him that I'm also following some techs. I'm a tech savvy person, that I follow that. If technology advancement is so huge that ഇന്നലെ പഠിച്ചതെല്ലാം ഇന്ന് നാളെ ആവശ്യമില്ലാത്ത സംഗതികളായി മാറും. എൻ്റെ ഓഫീസിൽ ഇത്രമാത്രം ബുക്സ് അവിടെ ഉണ്ട്, പലതും ഇപ്പം ഇന്ന് ആവശ്യമില്ല. ബട്ട് ഇത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മാറി. എല്ലാം വി ആർ മാനേജിങ് ഹോൾ ഫൈനാൻഷ്യൽ കൺട്രോൾ ഈവൻ ത്രൂ സിസ്റ്റംസ്. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോബ് വരെ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ടു എൻ അക്കൗണ്ടൻറ്റ് മേ ബി വിൽ നോട്ട് എക്സിസ്റ്റ് ബിക്കോസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഡൂയിങ് ദ ഹോൾ തിങ്. നമ്മളൊക്കെ എന്താ പറയുക, CA പഠിക്കുന്ന സമയത്ത് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ ലെഡ്ജർ ഉണ്ടാവും. ഈ ലെഡ്ജറിനകത്ത് നിന്ന് നമ്മൾ പോയി കണ്ടുപിടിക്കണം എങ്ങനെ. ഇന്ന് നത്തിങ് ഈസ് എവറിത്തിങ് ഈസ് ഇൻസൈഡ് ദ സിസ്റ്റം. സോ പീപ്പിൾ ദ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റുഡൻസ് ഇപ്പം പിള്ളേർക്ക് അത്രയും മാത്രം അറിയില്ല, ബിക്കോസ് ദ ലേണിംഗ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൻഡ് ദേ ഹാവ് ടു ഫോളോ ദ ലേണിംഗ് ബിക്കോസ് ദേ കനോട്ട് ഗോ വിത്ത് ദ ഓൾഡ് സ്റ്റൈൽ ഓഫ് ലേണിംഗ്. Gradually everywhere, even universities or the schools, they will gradually change the whole model. എൻ്റെ പിള്ളേർ പഠിച്ചത് UAE അവർ they studied in Indian syllabus and then they moved to a British syllabus later. Then I understood the whole change what has happened between both syllabuses. Indian syllabus, yes, there is a lot of load, homework അതും ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു മതിയില്ല. They learn practical. There is a lot of practical learning which happens, and that is with their futurists, because നമ്മുടെ Indian standards, they have a very beautiful curriculum and system, but too much to learn. Yeah. But rather than compared to others, they are really doing projects. To be honest, to say that my son have to do what in his school days, a whole project of a business. I don't know to what extent they have other schools ചെയ്യുന്നുണ്ടോ ഇല്ല അറിയില്ല. But the learning is so tremendous that they have to prepare for tomorrow. അവർ ഇന്നലെ പഠിച്ചതെല്ലാം നാളെ എല്ലാം മറന്നു പോയിട്ട് പുതുതായിരിക്കും അവർ പഠിക്കുന്നത്. ബട്ട് ആസ് അനാസ് സെറ്റ്, ഐ സ്റ്റിൽ agree with him that foundation is in the school. ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ ആസ് യു ഹാവ്, ദെൻ ദാറ്റ് ദ റെസ്റ്റ് ഈസ് ഓൾ ആഡ് ഓൺ. അത് പിന്നെ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യലൈസേഷനിലോ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റോ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വെയർ യു പ്രോഗ്രസ് ആൻഡ് ഗെറ്റ് your degrees or university or specialize in whatever you want. But ആ ഒരു ബേസിക് ഫൗണ്ടേഷൻ ഈസ് വെരി സ്ട്രോങ്. പിന്നെ എനിക്കറിയില്ല, ഐ വാസ് എ വെരി സ്റ്റെല്ലർ സ്റ്റുഡൻറ്റ്, ആവറേജ് സ്റ്റുഡൻറ്റിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്. നമ്മൾ ഇവിടം വരെ എത്തിയത് നമ്മുടെ ഒരു എഫേർട്ട് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി, ഐ ടുക്ക് ദറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് കെയിം ഔട്ട്. സോ ദിസ് ഇസ് വാട്ട് ഐ സെഡ്, ലേണിംഗ് ആൻഡ് അൺലേണിംഗ് ഈസ് ഹാപ്പനിങ് എവറി ഡേ. ഇറ്റ്സ് എ ചേഞ്ച് ടു ഹാപ്പൻ. അതിലോട്ട് രണ്ട് കാര്യം ആഡ് ചെയ്യാൻ കേട്ടോ. ഒന്നീ പറഞ്ഞില്ലേ ലെഡ്ജർ ഒരു അക്കൗണ്ടൻ്റ് ആവശ്യമില്ല എന്നുള്ള കേസ്, അത് ശരിക്കും ഒരു പ്രശ്നമാണ് ഇപ്പോഴും. കാരണം ഇപ്പോഴൊരു അക്കൗണ്ടൻ്റ് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ റിലൈ ഓൺ സിസ്റ്റംസ്. കാരണം സിസ്റ്റംസ് ഇൻ പ്ലേസ് ഉണ്ട്, GPTs ആർ ഇൻ പ്ലേസ്, നമുക്ക് ഡെഫിനറ്റ്ലി ഫിക്സ് ചെയ്യാം. ആൻഡ് ഐ തിങ്ക് ദേ വിൽ മാനേജ് ദ വർക്ക് ടു എ ഗുഡ് എക്സ്റ്റെൻറ്റ്. പക്ഷേ ഇതിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, then to go back and troubleshoot that, to understand this is why certain thing happened, അവിടെ ഈ സബ്ജക്റ്റ് നോളജ് മാറ്റർ ചെയ്യും. നമ്മളിപ്പം എസ്പെഷ്യലി ആസ് ആൻ ഓൺട്രപ്രണർ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൽ മെജോറിറ്റി നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ അതാ, ഇവർക്ക് ഒരു പെരിഫറൽ നോളജ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞത് നമ്മളാരും അക്കാഡമിക് എക്സലൻസ് ഇല്ല. ഞാൻ കൊള്ളാമെന്ന് പറഞ്ഞത് കമ്പ്യൂട്ടർ സയൻസ് പേപ്പേഴ്സ് ഐ വാസ് വെരി സ്ട്രോങ്. റെസ്റ്റൊക്കെ ഞാൻ സപ്ലൈ എഴുതി ഊപ്പാട് വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പോൾ പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് പേപ്പേഴ്സ് ഐ വാസ് എക്സലൻറ്റ്. I knew if I have ഒരു ബാക്ക് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ I know okay I didn't bother about it, that's why I had a backlog in it. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന, നമ്മൾ മീറ്റ് ചെയ്യുന്ന ഏത് കാൻഡിഡേറ്റ്, ഈവൻ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് സിസ്റ്റം ഫെയിൽസ് then you don't know how to fix it, you don't know why it happened. അപ്പം അവിടെ അത് ശരിക്കും ഈ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കണക്ക് 10 സബ്ജക്റ്റ് 20 സബ്ജക്റ്റ് എല്ലാം നമുക്ക് അറിയണമെന്നില്ല. പക്ഷേ വൺ തിങ് വിച്ച് യു പിക്ക് അപ്പ് ടു ബിൽഡ് യുവർ കരിയർ, you must know that. Just add to that, because അതൊരു വെരി ഒരു വളരെ ലേണിംഗ്. ഇപ്പം ഞാൻ കുറച്ച് കാലം കൊണ്ട് നാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ബീങ് എൻ NRI ഫോർ എ ലോങ് ടൈം, എനിക്ക് എൻ്റെ എല്ലാ അക്കൗണ്ടിൻ്റെ നമ്പറും ഈ എൻ്റെ NRI അക്കൗണ്ട് എല്ലാം
UAE അക്കൗണ്ടിലേക്കാണ് ലിങ്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഐ ഡോണ്ട് ഹാവ് none of my bank account are linked to any local number, and thereby so I could not have open an account to have a Google Pay. ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നിങ്ങൾ പോയി. ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് ഞാനും എൻ്റെ വൈഫും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഇത്തവണ നാട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ സമയം കിട്ടിയപ്പോഴത്തെ ഐ വെൻറ്റ് ടു എ ബാങ്ക് ആൻഡ് ഓപ്പൺ ആൻ അക്കൗണ്ട്. അതിന് ഒത്തിരി ടൈം എടുത്തപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് ഒരു കാർഡ് കിട്ടി, അതിന് ഗൂഗിൾ പേ ആക്ടിവേറ്റ് ചെയ്തു. ഗൂഗിൾ പേ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ എന്ത് ഫാസ്റ്റാണ്. ദെൻ ഐ അണ്ടർസ്റ്റുഡ് ദ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് റിക്കൺസിലേഷൻസ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ അറ്റ് ദ ബാക്ക് എൻഡ്. അപ്പോൾ ഈ ഗൂഗിൾ പേ ഒരു ഓട്ടോറിക്ഷ പോകണമെങ്കിൽ ഗൂഗിൾ പേ ഇപ്പോൾ എടുക്കണം, നമ്മൾ ഫിഷ് മാർക്കറ്റിലോ ഇല്ലെങ്കിൽ മറ്റു മാർക്കറ്റോ പോകണം, എല്ലാം ഗൂഗിൾ പേ ആണ്. ഈവൻ ടു എ ടിപ്പ് ദ വെയിറ്റർ ടിപ്പ് വരെ പറയുന്നത് യു പേ ഇൻ ഗൂഗിൾ. സോ ഈ റിക്കൺസലേഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ എന്തുമാത്രം ലേണിങ്ങും അൺലേണിങ്ങും അവിടെ നടന്നു കഴിഞ്ഞു. ഈ ഇത്രയും ആൾക്കാർക്ക് ദേ മേ നോട്ട് ബി ഫുള്ളി എഡ്യൂക്കേറ്റഡ്, ബട്ട് സ്റ്റിൽ ദേ നോ ഹൗ ടു യൂസ് ദിസ്. സോ ദേ ആർ അൺലേണിങ് സംതിങ് ടു ലേൺ സംതിങ്. സോ ദാറ്റ്സ് താങ്ക് യു. ഈ അനസ് പറഞ്ഞ പോലെ എന്താ പറയുക, ടെക്നോളജിയെ കുറിച്ച് നമുക്ക് കൂടുതൽ അനസിനോടാണ് ചോദിക്കാൻ പറ്റുക. ഇപ്പം നമ്മൾ ഈ മാറ്റത്തിന് അഡാപ്റ്റ് ചെയ്യുക, നമ്മളെപ്പോഴും എന്താണ് സാംസങ്ങിൻ്റെ നോക്കിയുടെയൊക്കെ എക്സാമ്പിളൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരാളോട് ഇപ്പോൾ നമുക്ക് അത് പറഞ്ഞാൽ പോലും ശരിയാവും തോന്നില്ല, കാരണം നമ്മൾ ഈ പറയുന്ന മൊമെൻറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എന്താണ് അവർ ലേൺ ചെയ്യേണ്ടത് എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഇപ്പോൾ പലരുടെ ഉള്ളിലില്ലേ? ഇത് കറണ്ട് നൗ ഐ ടെൽ മൈ ടീം, എനിക്കൊരു 25 core team ഉണ്ട്, and we have somewhere around right now we have somewhere around 200 people on bench working on different projects through partnerships and everything. I feel right now we have an existential crisis, human beings, especially ഒരു ഫിസിക്കൽ ബീങ് എന്നുള്ളതിനെക്കാട്ടിയും ഒരു ഇൻ്റലക്ച്വൽ ബീങ് എന്നുള്ള ക്രൈസിസ് നമ്മൾ വളരെയധികം ഫേസ് ചെയ്യുന്നൊരു സമയമാണ്. വി ഹാവ് GPTs ഓൾ അറൗണ്ട് അസ്, നമ്മളെല്ലാവരും റിലേ ചെയ്യുന്നുണ്ട് GPTയിൽ. ബട്ട് ദ പ്രോബ്ലം ഈസ് നമ്മൾ GPTയിൽ റിലേ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ നമ്മളിലുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ ഐ ക്യാൻ ഡു ദിസ് എന്നുള്ള ഈ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് നമ്മളിൽ നിന്നും എടുത്തു മാറ്റുന്നൊരു ടൂളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫോർ മീ, ഞാൻ GPTയുടെ ഏർലി അഡാപ്റ്റ്, ഐ യൂസ് GPT ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ, ഒരു സംശയമില്ല. പക്ഷേ ഫോർ മീ GPT ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് എംപ്ലോയി ഐ ഹാവ് ഇൻ മൈ ടീം. ഇങ്ങനെയാണ് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്. അതായത് എൻ്റെ തോട്ട് പ്രോസസ്സുകൾ ഞാൻ ഒരാളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്ത് ഇൻ എ വെരി ഷോർട്ട് ടൈം ഫ്രെയിം ഒരു ഡോക്യുമെൻ്റ് ആക്കി തരുന്ന, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കോഡ് ചെയ്യുന്ന, മീൻസ് എൻ്റെ കരിയർ സ്പാൻ ഞാൻ GPTയെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്, ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലും ഈ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് വരുമ്പോഴത്തേക്കും യു വിൽ ഫീൽ ദീസ് എൻജിൻസ് ഫെയിലിംഗ്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് റിലയൻസ് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് പോകുന്നുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ ചേഞ്ചിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഫോർ മീ ഓൾസോ ഐ ഡോണ്ട് ഹാവ് എ ക്ലാരിറ്റി ടു ആൻസർ റൈറ്റ് നോ. എക്സാമ്പിൾ, എൻ്റെ കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വെബ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് കമ്പനിയായിട്ട്. അപ്പം ഞങ്ങൾ ദുബൈയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം iOS ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് ദുബൈയിൽ, ഞാൻ ഗൂഗിളിൽ iOS ഫ്രീലാൻസ് ഡെവലപ്പർ എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ വാസ് അറ്റ് ദ ടോപ്പ്, ഐ വാസ് നമ്പർ 1. കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി 10 കമ്പനീസിനെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി വുഡ് ഹാവ് ബീൻ വൺ ഹു ആർ ഡൂയിങ് അമേസിംഗ്ലി ഗുഡ് മൊബൈൽ ആപ്ലിക്കേഷൻ പ്രോജക്ട്സ്. റൈറ്റ് നൗ വെബ് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ടെക് കമ്പനി, ദാറ്റ്സ് ഹൗ ഐ സി. ഇഫ് യു ആർ കോളിംഗ് യുവർസെൽഫ് യു ഡു വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ദെൻ ഇഫ് യു ആർ എ ടെക് കമ്പനി, ഇല്ല, ഒരു റിലവൻസും ഇല്ല. കാരണം നൗ എനിത്തിങ് ബേസിക് ഷുഡ് ബി AI. അപ്പോൾ AI എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കിപ്പം AI MSc ചെയ്യുന്ന സ്റ്റുഡൻസ് ഇൻറ്റേൺഷിപ്സ് ഉണ്ട്, അവർക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക്സ് ഒന്നും അറിയത്തില്ല. സോ ദേ ആർ സ്റ്റാർട്ടിങ് അറ്റ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലെവൽ. അവർ പ്രോഗ്രാമിംഗ് തന്നെയാണ്, പക്ഷേ അതായത് ഇപ്പം ഈ പറഞ്ഞ യാഹു ഏജ് തന്നെയാണ് ഞാനും. ഈ യാഹു ഏജിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ കൊണ്ടുവന്നിട്ട് കറണ്ട് സ്റ്റുഡൻസിനെ ഫ്രണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ദീസ് ആർ 2 ഡിഫറെൻറ്റ്, ദർ ആർ ക്ലിയർലി ഡിഫൈൻഡ്. ടെക്നോളജി തന്നെയാണ്. കാരണം യു കനോട്ട് ഗോ ബാക്ക് ആൻഡ് സേ ഐ എം എ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ, ഐ നോ ദീസ് കൺസെപ്റ്റ്സ്. ഇവിടെ മറിച്ച് വന്നിട്ട് ഐ എം എൻ AI എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് ടു, ഓഫ് കോഴ്സ് ദർ ആർ സം ബേസിക്സ്, പക്ഷേ യു കനോട്ട് പുട്ട് ദം ഇൻ എ സെയിം റൂം ആൻഡ് ഗിവ് ദം ദ സെയിം ടാസ്ക് ആൻഡ് മേക്ക് ദം ഡു ദ സെയിം തിങ്. പറ്റത്തില്ല. അപ്പോൾ ചേഞ്ച് അപാരമാണ്. ഹൗ ഡു യു അഡോപ്റ്റ് ടു ഇസ് ഐ ആം ഓൾസോ സ്റ്റിൽ ഫിഗറിങ് ഔട്ട്. I had been looking into robotic operating systems. അപ്പം അത് കാരണം വാസ് എ പാർട്ട് ഓഫ് എ പ്രോജക്ട്. സോ ഒരു ഇതുമില്ല. ടെക്നോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു കീപ് ലേണിംഗ് എവറി ഡേ. ഇറ്റ് ഇസ് ചേഞ്ചിങ്. ലേണിംഗ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് ഇവർ പറയുന്നത്. ഇവരെ ഒരുപക്ഷെ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ഭാഗമാവാനുള്ള കാരണവും ഇവർ 3 പേരെയും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലുള്ള ഒരു ലേണിങ്ങിനോടുള്ള താല്പര്യമാണ്.
ഏത് പ്രായത്തിലും പഠിക്കാം, എപ്പോഴും പഠിക്കാം എന്ന് പറയുന്ന ഓരോ നിമിഷവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്ത് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്ന 3 ഡിഫറെൻറ്റ് പ്രൊഫഷണൽസാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തത്. അപ്പോൾ അവരെ കോമൺലി കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ IIM കാൽക്കറ്റയുടെ ഒരു കോഴ്സ് അവർ ഇവിടുന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെല്ലാവരും പല ബാച്ചിൽ പല ടൈപ്പ് ഓഫ് കോഴ്സ് ചെയ്ത ആളുകളാണ്. അത് അവരുടെ ലൈഫിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കേണ്ടതുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചില സമയത്ത് എല്ലാം പഠിച്ച് കഴിഞ്ഞു, ഇനി എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ CFO ഒക്കെ ആയി, ഇനിയിപ്പോൾ എന്ത് കോഴ്സ് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് IIM ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം? ഓക്കെ, ഞാൻ അതിപ്പം കൂടുതലും എന്നെ റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ് ചെയ്യുന്നതായിട്ട് ഞാൻ സംസാരിക്കാം. അത് കുറെ കൂടെ ആ ഒരു ഏരിയയിൽ സ്പെസിഫൈ ചെയ്ത് വരാം. ബട്ട് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓൾ ഓഫ് ദിസ്. കാര്യം ഞാൻ IIMൻ്റെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, ബാങ്കേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. സോ എവറിബഡി ഹാവ് ദെയർ ഓൺ റീസൺ വൈ ദേ ഹാവ് ആഡഡ്. അപ്പോൾ ഞാൻ എൻ്റെ റീസൺ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ CA എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഒരു പീരീഡിൽ നമ്മൾ പഠിച്ചു പാസ്സായി. പിന്നെ നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ ഒരു ഷീൽഡായിട്ട് നമ്മൾ തലയിൽ കിട്ടിക്കഴിയുമ്പോൾ ദെൻ യു നോ ദാറ്റ് ഓക്കെ യു ക്യാൻ ബിക്കം ഓൺ യുവർ ഓൺ. നിങ്ങളുടെ സ്റ്റെപ്പും പാത്തൊക്കെ ക്ലിയർ ആയി എന്നുള്ള വളരെ നേരത്തെ നമുക്ക് തോന്നിക്കഴിയും. ഐദർ യു ക്യാൻ സ്റ്റെപ്പ് ഇൻ ടു യുവർ ഓൺ കൺസൾട്ടിങ് ഓർ യു ഗെറ്റ് ഇൻ ടു എ കോർപ്പറേറ്റ് യുവർ പ്രാക്ടീസ്. ആൻഡ് ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ലൈഫ് ലോങ് നമുക്കൊരു സർട്ടിഫിക്കേഷനാണ്. അപ്പം സോ ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് CA. ബട്ട് ഈ CAയുടെ ഒരു കോച്ചിങ് സിസ്റ്റം തന്നെ നമ്മൾ ഈ ക്ലയൻസിനോട് പോയും അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്, ഇതിനൊരു കോർപ്പറേറ്റ് ഒരു ക്യാമ്പസ് ലേണിംഗ് ഇല്ല. CS, it's not a campus. It is only that you learned from your tuition centers or somebody who teach you. എത്രമാത്രം പഠിക്കാനുണ്ട്. പക്ഷേ അതൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കോച്ചിങ് തന്നെ ഞാൻ രാവിലെ പോകുന്നു, ഇത് പഠിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു കോച്ചസിനെ കണ്ടെത്തിയത് ആ സമയത്ത്. ഇന്ന് ഇഷ്ടംപോലെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട് ഇതിനെ പഠിപ്പിക്കാനുണ്ട്. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ക്യാമ്പസ് ലേണിംഗ് അല്ല. CA is a certification from the government that you are a certified chartered accountant, you can practice in India. അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ, ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് എന്തും ഇത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതുകൊണ്ട് ഒരു കോർപ്പറേറ്റ് ലീഡർഷിപ്പിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലാഡർ കടക്കാൻ ബുദ്ധിമുട്ടായിട്ട് ചിലപ്പം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യു ഹാവ് ടു, ബിക്കോസ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും ഇരിക്കും. നമുക്കിപ്പോൾ ഒരു വീക്ക് ഇൻട്രാക്ഷൻ ആണെങ്കിൽ ഓക്കെ, യു ആർ ഓക്കെ വിത്ത് ദാറ്റ്. അപ്പം എനിക്കറിയാം ഇഷ്ടംപോലെ എൻ്റെ കൂടെ പഠിച്ച CAs ഒക്കെ ഉണ്ട്. ദേ ആർ സ്റ്റിൽ ഡൂയിങ് ദ സെയിം കൈൻഡ് ഓഫ് ജോബ്. ദേ ആർ സ്റ്റിൽ പ്രോഗ്രസിങ് സ്ലോലി, ദേ ആർ ഫാസ്റ്റ് പ്രോഗ്രസിങ്. അപ്പോൾ അതിനും ഓരോരുത്തരുടെ ഓരോ സ്കിൽ സെറ്റാണ് അത് വരുന്നത്. ഓരോരുത്തർ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ഇതാണ്. സോ ഐ വാസ് വാണ്ടഡ് ഓൾവേസ് ഐ കൈൻഡ് ഓഫ് ബിക്കമിങ് ഒരു കോർപ്പറേറ്റ് എന്നൊരു മനസ്സിൽ ഇങ്ങനെ നിന്നത് കാരണം then I had to add additional qualification to me, which I have. But when it comes to an MBA, ഞാനൊരു MBA ചെയ്യണമെന്ന് ഇങ്ങനെ താല്പര്യപ്പെട്ടിരിക്കുന്ന സമയത്ത് whether I should go for a foreign university, because അന്ന് കുറേ യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട്, or I should go for an Indian university. And if Indian, then which university? Then the IIM അല്ലാതെ പിന്നെ IIMC അല്ലാതെ ഒരു ചോയ്സ് അതിന് താഴോട്ടില്ല. Because it's a triple accredited institute in India, one of the most top institutes in India, management schools in India. അതിനുപരി എനിക്ക് അതൊരു താല്പര്യം കൂടിയ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒരു 2014-2015 when I was raising funds for the company. So one of largest group, I don't want to name them because it's quite companies matter. So അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് I found that there were more senior officials from that private equity company. അവരുടെ എല്ലാവരും ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് they are in or with any investment banker was interacting with, everyone one of the other way Indians ആണെങ്കിൽ they had an IIT or IIM qualification. So that also had given me a kind of a motivation that IIM is okay. But then ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ പോയി 2 കൊല്ലം ബ്രേക്ക് എടുത്ത് IIM ചെയ്യണോ വേണ്ടെന്ന് നോക്കുന്ന സമയത്താണ് I think I heard advertisement done through your channel, Club FM, that IIM professors are coming to Dubai and they are giving coaching here in Dubai. You can get your IIM executive MBA from Dubai itself. So why not attempt it, go grab it, opportunity പിന്നെ നമ്മൾ പോവുക. പിന്നെ then I went to the E Square Academy office, found what is that, then the rest is history. That's a 1 year coaching was give you more. അവിടെ നമ്മൾ ലേൺ ചെയ്യുന്നത് കഴിഞ്ഞാൽ ബിക്കോസ് ഐ എം ഓൾറെഡി ഇൻ ദ കോർപ്പറേറ്റ് ലേഡർ, സോ ഐ ഹാവ് ഇൻട്രാക്ടിങ് വിത്ത് മൾട്ടി, സോ ഐ വാസ് ഗ്രോയിങ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ബട്ട് സ്റ്റിൽ you will have to really connect, because some sort of coaching also can add value to your day-to-day interactions. അതാണ് IIM എനിക്ക് ആക്ച്വലി ഗൈഡൻസ് കിട്ടിക്കുന്നത്.
So it really went, it was good for me. Tangibly എനിക്ക് പറയാൻ സാധിക്കത്തില്ല എത്രമാത്രമാണ് IIM coaching has given me, but there is a lot of intangible benefit which is associated by taking this coaching from IIM certification. സൂപ്പർ. പ്രീതിയുടെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ആ ഒരു കോഴ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ ചേഞ്ച് ഉള്ളിൽ ഫീൽ ചെയ്തത് എന്താണ്? See, compared to the two gentlemen here, ഞാൻ ഇപ്പോൾ പാസ് ഔട്ട് ആയതാണ്. ഓക്കെ, സോ ലൈക്ക് സേ April. So but then the journey has been for the past 1 year, right? So the reason why I decided to further my studies was that I reached a point in my career where okay, I have done program management, I have done strategy for like 12 years right now, and I was moved to another team which was at a corporate level, away from telecom. And there the what do you call it, my boss, right, the C level at that time, he said that Preeti, you have to, I know you have done so much, I know you have done like 200 plus presentations to the CEO, you know all the CXOs, you know all the departments, you have brought together everybody, but then you have to keep it there because we don't need that here. Maybe part of it you will need to do, the program management, but you will have to come up with something different. You have to adapt to the changes that the company is going through. The company itself was transforming, right? It was going from telecom to a tech company. So we were acquiring different companies from all over the world, different domains. So you need to know business, which I had no knowledge, right? My whole experience was program management and IT, and I did not know business. Of course, I knew how to bring cross-functional teams together and make them work, but then I never knew what are the basics of business. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ I realized that whatever I know is totally irrelevant here, right? I need to start from zero. So that's when I decided, okay, let's go back to basics, find a degree that will give me the base. On top of that, I can specialize and make things. But like you need to have the base. So angana nokipo we had I think the choices were international and Indian, like what Hari said. So but then how do I say that at that time I didn't have any other options. Okay, so it was like again by accident that, and Manoj convinced me that okay, this start now, and I had to start like then. I didn't have time. I had to do the learning then and there, right? So I started immediately, and from say for example the past 1 year that I have done the course, I can see that there were a lot of mergers and acquisitions that were happening in my company, and my role was to implement these post-merger implementation. You have to see that these companies get integrated to the main company, or if they are supposed to be kept separate, keep them separate, but manage the cross-functional or cross-vertical programs, right? Say for example, we acquired a delivery company, we acquired a say for example healthcare company. So how what are the synergies that can happen between the two companies? Angana adu identify cheyanana, that's my new role, right? That was my new role when I started. Pakshe I did not know how to bring it together, right? These are two different companies, two different domains, verticals with different what do you call it, strategies, different cultures. So you had to bring ultimately again you have to bring the people together, right? Only when you bring the people together you can manage the programs properly. So angana nokipo over the period of 1 year that I did this course, now I know I can connect all the dots, right? I know what the finance teams does, I know what the legal team does, I know what IT does, and I know what the new technologies that are coming up, AI and ML and all those. So I can actually connect all the dots, and I'm able to implement it in my work. So that's the biggest learning that I got. Of course, we need to build up. The base is done, so now we need to build up. So let's see where it goes. Perfect. ഇപ്പോൾ IIM കുറിച്ച് പറയുമ്പോൾ IIM പ്രൊഫസേഴ്സ് അവർ ബെസ്റ്റ് ഇൻ ദ ബിസിനസ് എന്ന് നമുക്ക് പറയുന്ന അവരായിട്ടുള്ളൊരു ഇൻട്രാക്ഷനിൽ ഉണ്ടായ ഒരു മാറ്റം എന്താ? ക്ലാസ്സിനപ്പുറത്ത് എനിക്ക് ഈ പോഡ്കാസ്റ്റ് മൊത്തം ഇരുന്ന് പറയാൻ പറ്റും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ബെനിഫിറ്റ്. ഇതിൻ്റെ എൻഡ് സ്റ്റോറി എന്ന് പറയുന്ന പ്രീതി പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഐ എം ഏബിൾ ടു കണക്ട് ഓൾ ദ ഡോട്ട്സ്. ഞാൻ ഈ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഐ എം എ പ്യുവർ ടെക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഓൾസോ ഹാഡ് എ പ്രോബ്ലം. കോൺഫിഡൻസ് എനിക്ക് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. സോ ഐ ഡോണ്ട് ലാക്ക് ദാറ്റ്.
ഡെഫിനറ്റ്ലി മറ്റേ പഴയൊരു മെറ്റഡോർ എഞ്ചിൻ എന്നുള്ള ഐ ഹാവ് എ സ്റ്റാർട്ടിങ് ട്രബിൾ ബട്ട് വൺസ് ഐ ആം ഇൻ ദ ഗെയിം ദെൻ ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂ വിത്ത് ദാറ്റ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വിത്തിൻ 1 year നമുക്ക് ഫെഡറൽ മിനിസ്ട്രിയുടെ പ്രൊജക്റ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ ടീം സൈസ് ശരിക്കും 3 പേരാണ് കമ്പനിക്കകത്ത് അത്രയും വലിയ പ്രൊജക്റ്റ് കിട്ടുമ്പോൾ. പക്ഷേ അതിനോടൊപ്പം വന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആൾക്കാരെന്ന് ഒന്ന് ദേ ആർ ഫ്രം എ ഏജ് ബേസ് ഓൾസോ ദേ ആർ വേ അഹെഡ് ഓഫ് മീ. ഇൻ എ കരിയർ ബേസ് ഓൾസോ ഐ എം ജസ്റ്റ് എ 26-27-year-old ബോയ് ഔട്ട് ദെയർ ഇൻ ദ മാർക്കറ്റ് ഹൂ ജസ്റ്റ് നോസ് അബൌട്ട് പ്രോഗ്രാമിംഗ്. ഇതാണ് ആൾ. പക്ഷേ ഡെഫിനറ്റ്ലി വി ഹാവ് എ ഗുഡ് ഐ ഓൺ ഡിസൈനിങ് ആൻഡ് വി ഹാവ് ഗുഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഹാസ് മേഡ് അസ് ലാൻഡിങ് പ്രോജക്ട്സ്. പക്ഷേ കോൺഫ്ലിക്ട്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള, ഐ ഡോണ്ട് നോ ഹൗ ടു ടോക്ക് ടു എ CFO. ഐ നെവർ ന്യൂ what a strategic officer will do in an office. For me, it is basically telling a story. So, okay, I have a different way to tell the story. What does it matter? End of the day, this is what it is, right? അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് വെൻ ഐ ടോക്ക് എ ടെക് ടീം, വി ജെൽ വെരി വെൽ. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതെല്ലാം ഈ IT ഡിപ്പാർട്ട്മെൻറ്റ്സ്, IT മാനേജർ, CTO ഒക്കെ ആയിട്ട് ഞങ്ങൾ എക്സിറ്റ് ആയ ക്ലയൻസുകളുണ്ട്. ആൻഡ് എക്സിറ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ CTO ഓഫ് ദ കമ്പനി ചേഞ്ച്ഡ് and we were kicked out. കാരണം till the CTO was there, we were like begged 100%. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കാര്യം. അപ്പോൾ എനിക്ക് IAM കോഴ്സ് സംഭവിച്ചപ്പം ഉണ്ടായ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ബേസിക്കലി എ കൺസൾട്ടിങ് സെഷൻ ഫോർ മീ ബൈ 14 പ്രൊഫസേഴ്സ്. എൻ്റെ ഒരു 5-6 yearsലുള്ള ബിസിനസ്സിലുണ്ടായിരുന്ന സകല ക്വസ്റ്റ്യൻസും ഐ വുഡ് ബ്രിങ് ഇൻ ടു ദ ക്ലാസ്സസ്. ബിക്കോസ് ഫസ്റ്റ് ഡേ ആഫ്റ്റർ കപ്പിൾ ഓഫ് ക്ലാസ്സസ് ഐ ഫിഗർഡ് ഔട്ട് മൈ peers won't be able to answer that. Definitely these are all people in directorial positions, coming from wealthy business backgrounds, family business backgrounds, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് ഐ വാസ് ദ ഓൺലി ഓൺട്രപ്രണർ ഇൻ ദ ബാച്ച്. അപ്പം മൈ സ്ട്രഗിൾ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇൻഫാക്ട് ഞങ്ങൾക്ക് ഈ പ്രോജക്ട്സുകളിൽ പേയ്മെൻറ്റ്സ് ഡിലേ ഉണ്ട്. 3-3.5 വർഷമായിട്ടുള്ള പേയ്മെൻറ്റ്സ് ഡിലേ ഉണ്ട്. വി വർ ഫോർച്ചുനേറ്റ് ടു ബി എസ് ടെക്നോളജി അഡ്വൈസർ ടു എ റൂളിംഗ് ഫാമിലി. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരുപാട് ഡിസിഷൻ മേക്കിങ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊന്നും ഇതെങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല. സോ ഐ യൂസ് ടു ബ്രിങ് ഓൾ ദിസ് ഇൻ ടു ദ ക്ലാസ് റൂം. അവർ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കും. Strategic communication had been my best papers which I liked in the sessions. Organizational behaviors ഉണ്ട്. ഇവരൊക്കെയായിട്ടുള്ള ഇൻട്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ മീ ദ പ്രസൻറ്റേഷൻ ഡെക്ക് ദേ ഹാഡ് ഇൻ ദ ക്ലാസ് റൂം ഇസ് മൈ റെഫറൻസ് മെറ്റീരിയൽ ടു റൺ മൈ ബിസിനസ് റൈറ്റ് നൗ. ഹോണസ്റ്റ്ലി ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ബീങ് എ ബാഡ് സ്റ്റുഡൻറ്റ് ഒരുപാട് മെറ്റീരിയൽസ് എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും ഡിസ്കഷൻ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ടെക്സ്റ്റ് ചെയ്യും. ആ പവർ പോയിൻ്റ് എല്ലാം അവർ അയച്ചു തരും. ഐ റെഫർ ഇൻ ടു ഇറ്റ്. ഐ സിറ്റ്, ഐ പുൾ ഓഫ് മീറ്റിംഗ്സ് ലൈക്ക് എനിത്തിങ്. ഞങ്ങൾക്കെല്ലാം ഫേസ് ടു ഫേസ് മീറ്റിംഗ്സ് 99% ഞങ്ങൾ പ്രോജക്റ്റ് വിൻ ചെയ്യാറുണ്ട്. ആ 1% വിൻ ചെയ്യാത്തത് ഐദർ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ ബഡ്ജറ്റ് ഓർ വി മെസ് ഇറ്റ് ഓൺ ദ പ്രോസസ്. വി ഡു മെസ് ഇറ്റ് അപ്പ്. നമുക്ക് വളരെ റീസെൻ്റ് ആയിട്ടൊരു പ്രൊജക്റ്റ് അങ്ങനെ വി ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. അപ്പോൾ പ്രൊഫസർ ഇൻട്രാക്ഷൻസ് ആർ ഫോർ മീ. ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രൊഫസറിന് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. ഹി ഡിഡ്ന്റ് ടീച്ച് മീ. അവർ പ്രീതിയുടെ ബാച്ചിൽ പ്രൊഫസറെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രൊഫസറിന് ഇന്ന് രാവിലെ ടെക്സ്റ്റ് ചെയ്തതേ ഉള്ളൂ. വി ആർ പിച്ചിങ് എ വെരി ബിഗ് പ്രോജക്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിന് ഞാൻ ഫിനാൻഷ്യൽ അഡ്വൈസസ് സീക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്പേഴ്സ് ആർ ഓൾ വേ ബിയോണ്ട് വാട്ട് വി ഹാവ് ബീൻ ഡ്രീംഡ് ഓഫ്. അപ്പോൾ അത്രയും വലിയ സൈസിൽ പ്രോജക്ട്സ് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ വി ഡെഫിനറ്റ്ലി വാണ്ട് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കളിയാക്കാറുണ്ട്. ഞാൻ എന്ത് പേയ്മെൻറ്റ് ചെയ്തോ അതിൻ്റെ ഒരു 10 times ഞാൻ ഓൾറെഡി തിരിച്ചെടുത്തു എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഗോ ഔട്ട് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ആസ്ക് ടു സമ്മൺ റൈറ്റ്, ഈവൻ കൺസൾട്ടൻസ്, പ്രൊഫഷണൽ കൺസൾട്ടൻസ്, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവിടെ ആവറേജ് നമ്മൾ കാണുന്ന കൺസൾട്ടൻസ് ദേ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. അവർ എന്തെങ്കിലുമൊക്കെ കുറച്ച് ജാർഗൻസ് പറഞ്ഞു തരും. ദേ വിൽ പാക്ക് അപ്പ് സംതിങ് ആൻഡ് ഗിവ് ഇറ്റ്. ദീസ് പീപ്പിൾ ആർ നോട്ട് ലൈക്ക് ദാറ്റ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം when it comes to IAM, whatever I said about education system I don't like. I have nothing I don't like in IAM. Means ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബ്രാൻഡ് വാല്യൂ അല്ല പറയുന്നത്. യു കീപ് ദാറ്റ് അസൈഡ്. യു ടോക്ക് അബൌട്ട് എക്സ്പീരിയൻസ് ഇൻട്രാക്ടിങ് ഓർ സ്പീക്കിംഗ് വിത്ത് ദീസ് പ്രൊഫസേഴ്സ്. that is enough for you to sit inside the classroom. ഞാൻ ക്ലാസ് റൂം ഇഷ്ടപ്പെടുന്ന ആളോ എക്സാംസ് ഇഷ്ടപ്പെടുന്ന ആളോ ഒന്നുമില്ല. ബട്ട് ഇഫ് യു ആസ്ക് മീ, ഇഫ് മനോജ് ഈസ് ടെല്ലിങ് മീ ഓർ ഇൻ ഈസ്കോർ അക്കാഡമി ഈസ് ടെല്ലിങ് മീ ഐ വിൽ ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ടു കം സിറ്റ് ഇൻ ദ സെഷൻസ് അഗെയിൻ, ഐ വിൽ ഡു ദാറ്റ്. ഞാനിപ്പോൾ ഇൻഫാക്ട് ഐ എം ഡൂയിങ് അനദർ കോഴ്സ് വിത്ത് IAM. അപ്പോൾ ഇറ്റ് ഈസ് ബ്രില്യൻറ്റ്. അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. പെർഫെക്റ്റ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരോടും ഒരു കോമൺലി ഒരു ചോദ്യമുള്ളത്, ഈ പ്രൊഫഷണലി ഇവിടെ പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് അത്തരത്തിലുള്ള ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ ഇപ്പോൾ എന്താ പറയുക ഉള്ളൊരു പൊസിഷനിൽ സെറ്റിലായി നിൽക്കുന്ന ആളുകളുണ്ടാവും, വളരെ കംഫർട്ടബിളാണ്, ഇനി അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകണ്ട എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്.
ബട്ട് അവർ മിസ് ഔട്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പോലെ പുതിയ കോഴ്സുകൾ പഠിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഇതിൽ ഒരു എക്സ്ട്രാ ഒരു മൂവ് ചെയ്യാൻ മടിക്കുന്ന ആളുകളുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ശരിക്കും ഒരു 90% ആൾക്കാരും അല്ല 95% നമ്മുടെ ഗൾഫ് മലയാളീസ് അത് തന്നെയാണ്. അതായത് ഐ എം വെരി കംഫർട്ടബിൾ. ഇതൊരു കംഫോർട്ട് സോണാണ്. ഈ കംഫോർട്ട് സോണിൽ നിന്ന് കമ്മിങ് ഔട്ട് ഫ്രം കംഫോർട്ട് സോൺ ഈസ് എ ബിഗ് പെയിൻ. അപ്പോൾ ദർ ഈസ് എപ്പോഴും പലരും ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ കേൾക്കുന്നവർ നോ പെയിൻ നോ ഗെയിൻ എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ആ പെയിന് നമ്മൾ എടുക്കണം, ആ റിസ്ക് നമ്മൾ എടുക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. നമുക്ക് പൊതുവേ എല്ലാ മേഖലകളിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളി ഫോഴ്സ് ഫസ്റ്റ് മലയാളിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ക്വാളിറ്റി മലയാളി തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഇച്ചിരി കൂടെ ബെറ്റർ ആണെന്നുള്ളൊരു ഒരു തോട്ട് മലയാളിക്ക് തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു തോട്ട് ഒരു മലയാളി എന്താ പറയുന്നത് അഹങ്കാരം. സോ അത് മലയാളിയുടെ ഒരു പ്രത്യേക ഒരു അഹങ്കാരം തന്നെയാണ്. ആ അഹങ്കാരത്തിൽ നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ വന്ന് സെറ്റ് ചെയ്ത് കുറേ കഴിയുമ്പോൾ നമ്മളവിടെ ഒരു കംഫർട്ടായി മാറും. പിന്നെ അങ്ങോട്ട് വേണ്ട ബേബി. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫാമിലി ചിലപ്പോൾ കൊണ്ടുവരാനുള്ള സാഹചര്യമുള്ളവർക്ക് ഫാമിലി കൊണ്ടുവരും. അവരവിടെ അങ്ങ് സെറ്റായി നിൽക്കും. പിന്നെ ആരും അങ്ങോട്ട് പഠിത്തത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ലേണിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. 99% നമ്മുടെ മലയാളി സമൂഹം അങ്ങനെ തന്നെയാണ്. 1% കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് ഓക്കെ ഞാൻ ഇത്രയും നാട്ടിൽ നിന്ന് ഐ ടുക്ക് മൈ എഡ്യൂക്കേഷൻ ഫ്രം ഐ കെയിം ഹിയർ, ഹൗ ഡു ഐ വാല്യൂ ആഡ് ടു മൈ ക്വാളിഫിക്കേഷൻസ് ആൻഡ് മൈ ലേണിംഗ്. ബിക്കോസ് ഇന്ന് നാളെ കാണുന്നതല്ല നമ്മൾ ഇന്നലെ പഠിച്ചതും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം UAE ഒരു ഫൈനാൻസ് ഇൻഡസ്ട്രി ഇത് പറഞ്ഞ് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ദാറ്റ് വാസ് ഇംപ്ലിമെൻറ്റഡ്. എന്തോ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറയുന്ന ഈ ഫൈനാൻസ് ഫീൽഡിൽ. ഒട്ടുമുക്കാലും നോക്കിക്കഴിഞ്ഞാൽ in this small scale industries are major in the UAE market. I think 90% of the business is held within the small scale industries. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാത്തിനും ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു നല്ല ശതമാനവും മലയാളികളാണ് ഇരിക്കുന്നത്. ഈ പൊതുവേ ഈ ഗൾഫ് റീജിയനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നതാണ്. നമ്മുടെ ഓഫീസ് ഗൾഫ് റീജിയൻ സ്പ്രെഡ് ഔട്ടാണ്. അപ്പോൾ അവിടെ എല്ലാം നോക്കുമ്പോൾ ഇവരെല്ലാം ഒരു കംഫോർട്ട് സോണായി കഴിഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ്. മലയാളി പോപ്പുലേഷൻ ഇപ്പോൾ ഫിലിപ്പിനോസ് വരുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട്. ആൻഡ് പിന്നെ അറബ് ഓറിയൻറ്റഡ് ബിസിനസ്സസ് ആണെങ്കിൽ കൂടുതൽ ഈജിപ്ഷ്യൻസ് ആയിരിക്കും അവിടെ വരുന്നത് ഇൻ ദ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ബട്ട് ഇതാ പറഞ്ഞോട്ടെ, ഇത് നല്ല ശതമാനം ദേ സിങ് ദറ്റ് ഓക്കെ ഐ എം വെരി കംഫർട്ടബിൾ, ഐ ഡോണ്ട് വോണ്ട് ടു ലേൺ എനിത്തിങ്. ബട്ട് ലേണിംഗ് വൺ ഓർ ദ അതർ വേ യു ക്യാൻ ലേൺ. ഇപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 1 month ആയിട്ടുള്ള ഒരു പുതിയൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് അത് ഇനി ഒരു 6 months എടുക്കും വരാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കും CFO ഇനി എന്തിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പഠിക്കുമ്പോഴേ അറിയുന്നത് അയ്യോ ഇത്രയും കാലം എന്താ പഠിച്ചത്, ഒന്നും പഠിച്ചില്ലല്ലോ, ഇനി എന്തെല്ലാം കിടക്കുന്നവർ പഠിക്കുന്നു. പക്ഷേ ദാറ്റ് ഈസ് ഫോർ ദ ബോർഡ് മാനേജ്മെൻറ്റ്. ആ ഒരു സെഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ എൻ്റെ ടീമിനോട് എപ്പോഴും പറയും പ്ലീസ് ഗോ ആൻഡ് ലേൺ സംതിങ്. ഒരു 1 year 5 years ഞാൻ എല്ലാവർക്കും when I hire people, first condition is there that within 2 years if I have to renew your visa in the company, you will learn in 2 years that what you have not learned in anywhere in any organization. Because നമ്മുടെ ആ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം തന്നെ അത്രയും കുറച്ച് അത് പഠിച്ചെടുക്കുമ്പോൾ തന്നെ യു ആർ ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് ഞാൻ വെച്ചൊരു അഹങ്കാരത്തിൽ തന്നെ പറയണം, anyone who has worked in my organization, they can work in any organization and set up business. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ഒരു ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് റൺ ചെയ്യാൻ പോകുന്ന കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ ഞാൻ പറയുന്നതാണ്. ബിക്കോസ് ഐ ഹാവ് ഡെവലപ്ഡ് സച്ച് വെരി ടാലൻറ്റഡ് സ്കിൽ സെറ്റ് ഇൻ ദ കമ്പനി ഇൻ മൈ ഓൺ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു കണ്ടീഷൻ പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി ഒരാൾ ഹയർ ചെയ്ത് വേറൊരു കണ്ടീഷൻ പറഞ്ഞു, നാട്ടിൽ നിന്ന് BCom കഴിഞ്ഞിട്ട് വന്ന ഒരു പയ്യൻ. സോ he has given condition that in 2 years time I want to see that either you have added your qualification or your certification or something is there for me to take your visa forward. Whether it be a chartered accountant who is working with me, or whether it be an MBA working with me, or just an accountant working with me, or just a data encoder working with me, I just encourage them to learn, because our learning will also well add you to the organization, or it is also good for your career progress. പിന്നെ വിതിൻ ദ കരിയർ പ്രോഗ്രഷൻ, ബിക്കോസ് ജസ്റ്റ് 2 days ബാക്ക് ഞാൻ എൻ്റെ HR ഒരു മീറ്റിംഗ് സമയത്ത് വി ആർ ഡൂയിങ് ദ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു റിക്വയർമെൻ്റ് ഉണ്ടോ, എല്ലാവർക്കും അറിയാവുന്ന ബഡ്ജറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഇൻക്രിമെൻ്റ് ഇടുന്നത്. ഇൻക്രിമെൻ്റ് ബഡ്ജറ്റ് ചെയ്യണം, പ്രൊമോഷൻ ബഡ്ജറ്റ് ചെയ്യണം. സോ ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് മീ, ഡു ഐ ഹാവ് ടു പ്രൊമോഷണൽ ബഡ്ജറ്റ് ചെയ്യണം? സോ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ HR അടുത്ത ക്വസ്റ്റ്യൻ ആണ്,
ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഡിൽ നിന്ന് അടുത്ത ഗ്രേഡിലോട്ട് പോകുമ്പോഴേ പ്രൊമോഷൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ വിതിൻ ദ ഗ്രേഡ് ദർ ഈസ് നോ പ്രൊമോഷൻ. ദെൻ യു ഹാവ് ടു റിയലി ഗീവ് വാട്ട് ഈസ് ദ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസ്, അഡീഷണൽ ഡ്യൂട്ടീസ് ആൻഡ് കംപ്ലീറ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻ തന്നെ പുതിയ റോളിൽ തന്നാൽ മാത്രമേ നമുക്ക് പ്രൊമോഷനായിട്ട് തന്നെ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി സാലറി ബാൻഡ് ചേഞ്ചിങ്. സോ ഇത് പല ഓർഗനൈസേഷനും സ്ട്രക്ചേർഡ് ഓർഗനൈസേഷനും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയിയെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ട് യു ആർ ഫ്രം എ സൂപ്പർവൈസർ ഐ മേഡ് യു എ സീനിയർ സൂപ്പർവൈസർ, യു ആർ ഫ്രം എ സൂപ്പർവൈസർ ഐ മേഡ് ടു എ ചീഫ് ഓർ ഫ്രം എ മാനേജർ. ബട്ട് അവരുടെ റോൾ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ആ റോളിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എവറി വൺ ഹൂ ഇസ് ഡൂയിങ് ദ ദേ ഹാവ് ടു ലുക്ക് ഫോർവേഡ് ആൻഡ് സീ വാട്ട് മൈ സൂപ്പർവൈസർ ഇസ് ഡൂയിങ്, വൈ മൈ മാനേജർ ഈസ് വൈ ഹീ ഈസ് എ മാനേജർ, വൈ കാണ്ട് ഐ ബിക്കം എ മാനേജർ. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഒരു കരിയർ ഓറിയൻറ്റഡ് എന്താ പറയുക, നമ്മുടെ സഹോദരങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഓൾവേസ് ഹാവ് എ കരിയർ പ്രോഗ്രഷൻ പാത്ത് വിതിൻ യുവർ സെൽഫ്. അത് നിങ്ങൾ ചിലപ്പോൾ 20 years അല്ലെങ്കിൽ 25 years ആ കരിയർ പ്രോഗ്രഷൻ നമ്മൾ ട്രൈ ടു അച്ചീവ് ദാറ്റ്. ഓൺ ഓഫ് ദ വേ ക്യാൻ ഓൾവേസ് അച്ചീവ്. എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്, നമുക്ക് റീച്ച് ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് അഡ്വൈസ് ദം. പെർഫെക്റ്റ്. പ്രീതിയോട് ചോദിക്കുകയാണ്, പ്രീതി ഒരു മൾട്ടി കൾച്ചറൽ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ലാക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ഈ കമ്പനി ജോയിൻ ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഇൻ 2008. നമ്മുടെ IT ഡിപ്പാർട്ട്മെൻറ്റിൽ 90% ഓഫ് ദ പീപ്പിൾ വർ ഫ്രോം കേരള, റൈറ്റ്? 90% were Indians, and of that 90% they were Malayalis, right? പക്ഷേ over the past years I have seen that has been replaced by other nationalities and other regions of India, right? So what I found is maybe because of the survival instinct, or maybe because of the, as Hari mentioned, we don't have that growth mindset. It's maybe part of the culture, right? When we get a job and in a good company, in a good corporate setup, we get satisfied. We are content with what we have. We are getting the salary, we are getting the bonus, kids are going to school, and we are happy with it. പക്ഷേ അതിൻ്റെ beyond, things change. Things are changing so fast in today's world that we don't know whether we will have this job tomorrow or not. So we have to be, how do I say? We have to survive. And luckily for me, or by accident, I've always been in a flux situation, because when you are at that level of the company, you don't know what is happening. You actually are very close to the management, seeing that things are changing. Okay, not like somebody at a IT department or so. That level of insecurity is more with me. So the level to reach, to overcome that, we need to be, we need to adapt to the changes, and we need to work on ourselves, right? And അങ്ങനെയാണ് ഈ കോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചത്. And I can say very clearly that the confidence that I had, even though I had spent so many years, I had presented to CXOs like almost 200 times or more, but that confidence was not there. I can clearly say that I couldn't have replicated yes, it would take me some years. I would go to another company, I have to start from scratch again. പക്ഷേ ഈ കോഴ്സ് ചെയ്തതിന് ശേഷം I feel that I have a confidence to to replicate this anywhere. I can build that story, right? I can tell that story to anybody. I can actually train people that okay, if you do this, you can achieve this. So അങ്ങനത്തെ ഒരു that's it. ഇപ്പോൾ കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അനസ് വളരെ കോൺഫിഡൻ്റ്ലി പറഞ്ഞു, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ബട്ട് പല മലയാളികളും അല്ല, ടാലൻറ്റഡ്, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പിറകിലാണ്. നമ്മൾ മറ്റ് സ്റ്റേറ്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടൊക്കെ പറയാറുണ്ട്. എന്താ മലയാളിക്ക് ഇത്ര? മലയാളിക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കേസ്, നമ്മളെ രണ്ടായിട്ട് നമ്മുടെ കൂടെ രണ്ട് പേഴ്സണാലിറ്റി ഉണ്ട്. ഒന്ന് വി ഹാവ് എ സ്ലേവ് അവർ സെൽഫ് ഇൻസൈഡ് ഉണ്ട്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ മലയാളീസ് ഹാവ് ഇറ്റ്. ആൻഡ് ദെൻ യുവർ സെൽഫ് എസ്റ്റീം ഇസ് ഓൾസോ വെരി ഹൈ. ഇത് രണ്ടും കോൺഫ്ലിക്റ്റിംഗ് ആണ് ശരിക്കും. എല്ലാ മലയാളീസിനും ഇത് കോൺഫ്ലിക്റ്റിംഗ് ആണ്. കാരണം എൻ്റെ സെൽഫ് എസ്റ്റീം ഇസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് എ സ്ലേവ് ഹൂ ഈസ് ആസ് ഡൊമിനൻ്റ് ആസ് ദാറ്റ് സെൽഫ് എസ്റ്റീം ഇസ്. അപ്പം നമുക്ക് പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുള്ളത് കാരണം വെൻ വി സീ സമ്മൺ പവർഫുൾ ടു അസ്, റൈറ്റ്, നമ്മൾ ഇമീഡിയറ്റ്ലി നമ്മൾ ആലോചിക്കുന്നത് പവർഫുൾ എന്നല്ല, വെൻ വി സീ സമ്മൺ ഇമീഡിയറ്റ്ലി നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് വേ എബവ് മീ, വെയർ സുപ്പീരിയർ ടു മീ എന്നുള്ളത്.
No one is superior to us. We are all born humans. We will die humans. This is the end of the story. Definitely, people are in different roles, very important roles, important positions. They have different things to do, which adds different value into the society. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഫുഡ് ചെയിനിൽ എവറി ഹ്യൂമൻ ഈസ് ഈക്വലി വാല്യൂഡ്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കേസാണ്. ഇത് 8 ദിവസം കൊണ്ട് ഈ പോഡ്കാസ്റ്റ് കേട്ടാൽ മനസ്സിലാവുകയൊന്നും ഇല്ലെന്നുള്ളത് ക്ലിയർ ആണ്. പക്ഷേ കോൺഫിഡൻസ് എങ്ങനെ കൂട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽഫ് ബിലീഫ് തന്നെയാണ് ചെയ്യേണ്ടത്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ ബെസ്റ്റ്, വാട്ട് യു ക്യാൻ ഡു. യു ട്രൈ ടു എക്സ്പെരിമെൻറ്റ് വിത്ത് ദാറ്റ്. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ. കാരണം ഇഫ് യു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഐ ഓൾവേസ് ട്രൈ ടു അപ്സ്കിൽ മൈ സെൽഫ്. എനിക്കൊരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അയാൾ നല്ലോണം പെർഫോം ചെയ്യുന്നു എന്നുള്ളതല്ല എൻ്റെ കൺസേൺ. ഹൗ വിൽ ഐ പെർഫോം ബെറ്റർ സോ ഐ എം ഹാപ്പി എന്നുള്ളതാണ്. നമ്മുടെ എൻ്റെ ഗോൾ എന്ന് പറയുന്നത് വിൻ ചെയ്യുക എന്നുള്ളതല്ല. അവർ എൻ ഗോൾ ഷുഡ് ബി ഓക്കെ ഐ ഡിഡ് മൈ ബെസ്റ്റ് ആൻഡ് ഐ മൈഡ് മൈ ബെസ്റ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു എക്സൽ. ദ മൊമെൻറ്റ് വി സ്റ്റാർട്ട് കമ്പയറിങ് അവർ സെൽഫ് വിത്ത് അതർ പീപ്പിൾ, ഡെഫിനറ്റ്ലി ഇതൊക്കെ സംഭവിക്കും. യു വിൽ കമ്പയർ യുവർ സെൽഫ് അറ്റ് സം പോയിന്റ് വിത്ത് അതർ പീപ്പിൾ. യു വിൽ ലെറ്റ് ഡൗൺ, യു വിൽ ഫീൽ ഡൗൺ. ഇതൊക്കെ നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യം. പക്ഷേ if you are most of your time if you are competing with yourself, ഈ കോൺഫിഡൻസിനൊരു ഇഷ്യൂ വരത്തില്ല. ബിക്കോസ് യു വിൽ സീ യു ഗ്രാജുവലി പ്രോഗ്രസിങ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഐ ഫിഗേർഡ് ഔട്ട് ഐ എം എ ഗുഡ് പ്രോഗ്രാമർ എന്ന് പറയുന്നതാണ്. എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാർക്ക് വാങ്ങിക്കുന്ന ഒരാളല്ലായിരുന്നു. എന്നെക്കാട്ടിയും എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ ഓണേഴ്സ് ഡിസ്റ്റിങ്ഷനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ചുറ്റുവട്ടത്തിൽ. ഫസ്റ്റ് ഇയർ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പഠിക്കാനില്ല. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാ പേപ്പേഴ്സും ഫസ്റ്റ് ഇയർ ഞാൻ 10 പേപ്പറിൽ 9 പേപ്പറും സപ്ലി അടിച്ച് ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് തേർഡ് സെമസ്റ്ററിൽ വന്ന ഒരാളാണ്. പക്ഷേ വെൻ കമ്പ്യൂട്ടർ പേപ്പർ സ്റ്റാർട്ടഡ് കിക്കിംഗ് ഇൻ ഐ ഫിഗേർഡ് ഔട്ട് ഐ എം റിയലി ഗുഡ് അറ്റ് ദിസ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് യു ഡു. യു പിക്ക് അപ്പ് യുവർ ബെസ്റ്റ്, യു കമ്പയർ യുവർ സെൽഫ് ആൻഡ് ദെൻ യു മൂവ് ഫോർവേഡ്. യു വിൽ ഗെറ്റ് ടു നോ യു ആർ ഡൂയിങ് റിയലി ഗുഡ്. കോൺഫിഡൻസ് ഇങ്ങനെ തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഒരു കരിയർ ചേഞ്ച് എന്നൊക്കെ പറയുന്നത്, ഒരു കമ്പനിയിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ദർ ഇസ് എ സ്ട്രക്ചറൽ ലിമിറ്റേഷൻ. ഒരു കമ്പനിക്ക് ഇറസ്പെക്റ്റീവ് ഹൗ ഗുഡ് യു ആർ, ഓക്കെ ലെറ്റ്സ് ദർ ആർ 100 എംപ്ലോയീസ്, ഒരു പരിധിക്ക് മുകളിൽ മാത്രമായിരിക്കും ദേ വിൽ ബി ഏബിൾ ടു മോണിറ്റർലി ബെനിഫിറ്റ് യു. ബിക്കോസ് യു നീഡ് ടു മേക്ക് ഷുർ ദ കമ്പനി ഈസ് ഫിനാൻഷ്യലി സ്ട്രക്ചേർഡ് ആൻഡ് ഇറ്റ് സർവൈവ്സ്, റൈറ്റ്? അപ്പോൾ ഇഫ് യു ആർ നോട്ട് ഹാപ്പി വിത്ത് ദ റെമ്യൂണറേഷൻ വിത്ത് ദ ഇൻക്രിമെൻറ്റ് വാട്ട് യു ആർ ഗെറ്റിംഗ്, യുവർ ഓപ്ഷൻ ഈസ് ടു ലുക്ക് ഫോർ അനദർ ഓപ്ഷൻ. കാരണം when you are already within an organization and if you are not you are looking for a bigger change, if you value yourself better, your best option is to look for another job, another career. കാരണം ഒരു കമ്പനിക്ക് ചിലപ്പം ഇയാളെ പോലെ അല്ലെങ്കിൽ ആരെ പോലെയാണെങ്കിൽ എക്സ് ഓർ വൈ, അയാളെ പോലത്തെ 10 പേരോ 20 പേരോ 30 പേരോ കാണും ഹു ഹാസ് ടു ബീൻ കൺസിഡേർഡ്. ഇപ്പം 30 പേർക്കും ഒരേപോലെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ആൻ ഓൺട്രപ്രണർ ഐ നോ യുവർ കമ്പനി വിൽ നോട്ട് സർവൈവ് ഫോർ എ ലോങ് റൺ. സോ ഡെഫിനറ്റ്ലി ദ കമ്പനി വിൽ ഓൾസോ ഹാവ് ടു ലെറ്റ് ഗോ സർട്ടൻ പീപ്പിൾ, നോട്ട് ബിക്കോസ് ദേ ഡോണ്ട് ലൈക്ക് ഹിം ഓർ ദേ ഡോണ്ട് വാല്യൂ ദം, ബിക്കോസ് ദാറ്റ് ഈസ് ദ മാക്സിമം ദേ ക്യാൻ ഡു ഫോർ എ പേഴ്സൺ വിത്ത് ദാറ്റ് സ്കിൽ ഇൻ ദറ്റ് ഓർഗനൈസേഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട, എല്ലാ മലയാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഇഫ് യു വാണ്ട് എ കരിയർ ടു ഗ്രോ, one is compete with yourself. Second is if you are not happy with where you are standing, then you look for a better opportunity. More opportunities ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് ഡോണ്ട് കൺഫൈൻ യുവർ സെൽഫ് ടു ഒരു റീജിയനിലോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയോ അങ്ങനെയൊന്നും ആക്കേണ്ട കാര്യമില്ല ഇപ്പോൾ. പെർഫെക്റ്റ്. എന്നാലും ഒരു പെർഫെക്റ്റ് നോട്ടോട് കൂടി നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഒരു അടിപൊളി സെഷനായിരുന്നു. എനിക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയത്. പറഞ്ഞ പോലെ നമ്മുടെ ഒരു മേഖലയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല, ഇപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഇൻസൈറ്റ് ഉണ്ടാക്കിയ പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും യൂസ്ഫുൾ ആവും തോന്നുന്നു. താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു വെരി മച്ച്. Thank you.